വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. ഇന്ന് ടിഫിൻ ബോക്സ് ഐഡിയ ആണ് വീഡിയോ. കുറേ നാളായിട്ട് എനിക്ക് അങ്ങനെ ടിഫിൻ ബോക്സ് റെഡിയാക്കേണ്ടി വരാറില്ല. ജോർജിയുടെ ടിഫിൻ ജോർജി തന്നെയാണ് റെഡിയാക്കണേ. അപ്പോൾ അതുപോലെ കുക്കിംഗ് ഇഷ്ടമുള്ള പിള്ളേർക്ക് ചെയ്യാൻ പറ്റിയ കുറേ ഈസി ആയിട്ടുള്ള 5 റെസിപ്പീസ് ആയിരിക്കും വീഡിയോ. അപ്പോൾ 5 ഡിഫറെൻറ്റ് ക്യൂസീൻസിൻ്റെ ഒരു സിമ്പിൾ വേർഷനാണ് നമ്മൾ ചെയ്യാൻ പോണേ. അല്ലെങ്കിൽ ചിലപ്പോൾ പിള്ളേരും മടുത്തു പോകും ഒരേ രീതിയാവുമ്പോൾ. അപ്പോൾ അതിൽ ആദ്യം ചെയ്യാൻ പോണേ ജോർജിയുടെ ഫേവറേറ്റ് അല്ല, തന്നെയുടെയൊക്കെ ഫേവറേറ്റ് ആയിരുന്നു പണ്ട്. അതാണ് ചെയ്യാൻ പോണേ. ലെഫ്റ്റ് ഓവർ ബ്രെഡ് കൊണ്ട്. ഇത് ബാക്കി വരുന്ന ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് ആണ്. ബട്ട് ഫ്രഷ് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയാൽ, നല്ല സോഫ്റ്റ് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയാലും ഡബിൾ ടേസ്റ്റാണ്. ബ്രെഡ് ആദ്യം തന്നെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യാം. ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ പണി. പാനിലോട്ട് ഓയിൽ ആഡ് ചെയ്യുക, സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു 10 പീസ് ബ്രെഡിൻ്റെ ക്വാണ്ടിറ്റിയാണ് പറയാൻ പോണേ. അപ്പോൾ ഒരു സവാള നീളത്തിലരിഞ്ഞത് ആൻഡ് 2 പച്ചമുളക്. ഇത് ഭയങ്കര ഈസി റെസിപ്പിയാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി കഴിയുമ്പോൾ മഞ്ഞപ്പൊടി, നല്ല മഞ്ഞ കളറിൽ ഇരിക്കണതാണ് നല്ലത്. ഇത്തിരി മഞ്ഞപ്പൊടി കുറച്ച് കൂടുതൽ ആഡ് ചെയ്യും, 1/4 ടീസ്പൂൺ ആഡ്. ദെൻ ക്യാബേജ് ഇതുപോലെ നീളത്തിലരിഞ്ഞത്, ക്യാരറ്റ് ഇതുപോലെ നീളത്തിലരിഞ്ഞ് ഒരു 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ആൻഡ് പകുതി മീഡിയം സൈസ് ക്യാബേജും എടുത്തിട്ടുണ്ട്. കുറച്ചധികം പച്ചക്കറി ഉള്ളതാണ് നല്ലത്. അയ്യോ സോറി, ബ്രെഡ് ഉപ്മാവ് എന്നാണ് ഞങ്ങൾ പറയണത്. വേറെ ആരെങ്കിലും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഞങ്ങളുടെ വീട്ടിൽ ഇതിനെ ബ്രെഡ് ഉപ്മാവ് എന്നാണ് പറയുന്നത്. ഈ ക്യാബേജും ക്യാരറ്റും നന്നായിട്ട് സോട്ട് ചെയ്ത് നന്നായിട്ട് അതിൻ്റെ റോ ടേസ്റ്റ് ഒക്കെ മാറിയിട്ട് വേണം ബ്രെഡ് ആഡ് ചെയ്യാനായിട്ട്. ഇത്രയേ ഉള്ളൂ ഡിഷ് കേട്ടോ. ഉപ്പ് ആഡ് ചെയ്തു, നന്നായിട്ട് മിക്സ് ചെയ്യാം ഒന്നുകൂടി. മെയിനായിട്ട് നല്ല റോ ടേസ്റ്റ് മാറിയിട്ട് വേണം ബ്രെഡ് ആഡ് ചെയ്യാൻ. ഇനി മുട്ട ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി ഓയിൽ ആഡ് ചെയ്തിട്ട് 2 മുട്ട ആഡ് ചെയ്യാം. ഇത് ഈവനിങ് സ്നാക്കായിട്ടും നല്ല സാധനമാണ്, ഡിന്നറായിട്ടും നല്ല ഐഡിയ. നൂഡിൽസിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ടേസ്റ്റ് വരണ കാരണം ഒരുമാതിരി എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്യും. വേണമെങ്കിൽ മാഗിയുടെ ടേസ്റ്റ് മേക്കർ ആഡ് ചെയ്യാം. നൂഡിൽസിൽ വരുന്ന പിള്ളേർക്ക് കൊടുക്കാനുള്ള കാരണം ഞാനത് ആഡ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ബ്രെഡ് ആഡ് ചെയ്യാം. ഇനി മിക്സ് ചെയ്യാം. ഇനിയാണ് മെയിൻ തിങ്. ബ്രെഡ് ഇത്തിരി സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം നല്ലത്. അപ്പോൾ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ സോക്ഡ് ആയിട്ടിരിക്കും. അത് നല്ല ടേസ്റ്റാണ് ആക്ച്വലി അങ്ങനെ ഇരിക്കുമ്പോൾ. ആൻഡ് മൂടി വെക്കാം ലോ ഫ്ലെയിമിൽ. ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ബ്രെഡ് കുറച്ചും കൂടി ഒന്ന് സോക്ഡ് ആവുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മസാലയൊന്നും ഇടാത്ത കാരണം മാഗിയുടെ ടേസ്റ്റ് മേക്കറാണ് ഏറ്റവും നല്ലത്. ബട്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. ആഡ് ചെയ്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് ആക്ച്വലി. ഇത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നോക്കട്ടെ. നല്ലോണം വെജിറ്റബിൾസ് ഉള്ള കേട്ടോ നല്ലത്. ക്യാരറ്റും ക്യാബേജൊക്കെ, എഗ്സും നന്നായിട്ടുള്ളതാണ് നല്ലത്. ഇനി ടിഫിൻ ബോക്സിലോട്ട് മാറ്റാം. ഇതിന് ചൂട് കുറച്ച് ആറിയിട്ട് വെക്കണമായിരിക്കും നല്ലത് കേട്ടോ. ഇത് വെജിറ്റബിൾസ് കുറേ ഉള്ള കാരണം കേടാവും ടിഫിൻ ബോക്സിൽ. ചൂടായിട്ട് അടച്ചു വെച്ചാൽ കുറച്ച് ആറിയിട്ട് വെക്കും. ടൊമാറ്റോ സോസിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. നമ്മുടെ ആദ്യത്തെ ടിഫിൻ ബോക്സ് ഐഡിയ കഴിഞ്ഞു. ടൊമാറ്റോ സോസ്. നെക്സ്റ്റ് ചപ്പാത്തി ചിക്കൻ ഫ്രൈ. ഇതാണ് ജോർജിയുടെ ഫേവറേറ്റ് മാരിനേഷൻ ചിക്കനിലെ. ഞങ്ങളുടെ വീട്ടിൽ കുറേ നാളായിട്ട് ചെയ്യുന്ന റെസിപ്പിയാണ്. ബോൺലെസ് ചിക്കനിലും ചെയ്യും, വിത്ത് ബോണും ചെയ്യും. തൈസ് ആൻഡ് ലെഗ്സ് ഒരുമിച്ചായിട്ടുള്ള പീസിൽ, തന്തൂരി ചിക്കൻ്റെ പീസ് പോലെ അതിലും ചെയ്യും. അപ്പോൾ അതാണ് നെക്സ്റ്റ്. ഇതുപോലത്തെ വലിയ പീസസ് ആയിട്ടും എടുക്കാം, ചെറിയ പീസസ് ആയിട്ടും കട്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബോൺലെസ് ആയിട്ടും ചെയ്യാം, വിത്ത് ബോണും ചെയ്യാം, തന്തൂരി ചിക്കൻ്റെ പോലത്തെ കട്ടലും ചെയ്യാം. ഇതിപ്പോൾ ഒരു ചിക്കൻ 8 പീസായിട്ട് കട്ട് ചെയ്താൽ അത് ഇതുപോലെ വരഞ്ഞ് കൊടുക്കുക, എന്നിട്ട് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ചിക്കനാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ തൈര്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാനിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് അരച്ച് വെച്ചേക്കണേ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയിട്ടാണെങ്കിൽ 2 ടീസ്പൂൺ. പിന്നെ മെയിനായിട്ട് ഇതിന് വേണ്ടത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്. അത് കുറച്ച് കൂടുതൽ വേണം. ഒരു ചിക്കനാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ വേണം. ഈ ഒരു മസാല മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ 3 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്. ഇനി കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, നാരങ്ങ നീര് ഒരു 1.5 നാരങ്ങയുടെ ഫുൾ നീര്. പുളി ഉള്ളതാണ് നല്ലത്. കൂടുതൽ ചിക്കൻ സോഫ്റ്റും ആവും, ടേസ്റ്റ് വൈസും പുളി ഉള്ളതാണ് നല്ലത്. ഇനി വേണമെങ്കിൽ മാത്രം കസ്തൂരി മീത്തി ആഡ് ചെയ്യാം, ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് വരും. അതൊരു 2 പിഞ്ച്. ആൻഡ് കുറച്ച് ഓയിലും കൂടി ഈ മാരിനേഷനിൽ ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. സൺഫ്ലവർ ഓയിൽ കേട്ടോ. ഇനി ചിക്കനിൽ മാരിനേറ്റ് ചെയ്ത് പിടിപ്പിക്കാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പൈസി മുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം. ഞാൻ പക്ഷേ അത് ആഡ് ചെയ്യുന്നില്ല. എരിവ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ജസ്റ്റ് പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇതിൽ വേണമെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യാം. ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആയിരിക്കണം. ഇനി ചിക്കനിൽ മാരിനേറ്റ് ചെയ്യാം. ഇത് ആക്ച്വലി ഒരു 2 ദിവസമൊക്കെ മാരിനേറ്റ് ചെയ്തിരുന്നാൽ നല്ല ടേസ്റ്റാണ്. ചിക്കൻ നല്ല സോഫ്റ്റും ആവും, ഫ്ലേവർ വൈസും ഭയങ്കര നല്ല. അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിലോട്ട് കൊടുത്തുവിടാൻ കറക്റ്റ് സാധനമാണ്. നേരത്തെ മാരിനേറ്റ് കുക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓവർ നൈറ്റെങ്കിലും ഇതുപോലെ മാരിനേറ്റ് ചെയ്തിട്ട് കുക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ലാസ്റ്റ് മിനിറ്റ് ഗ്രിൽ ചെയ്യാം. ഈ ഒരു റെസിപ്പിയുടെ ഏറ്റവും ഗുണം ഇത് കുക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ചിക്കൻ, മാരിനേറ്റ് ചെയ്ത ചിക്കൻ നന്നായിട്ട് വേവിച്ചിട്ട് ഫ്രിഡ്ജിറേറ്റ് ചെയ്യാം. പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫ്രീസറിൽ വെക്കാം. ചിക്കൻ പീസസ് പാനിലോട്ട് ആഡ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച കണക്ക് ഒരു മൈൽഡ് ഫ്ലേവറാണ്. കുറച്ചും കൂടി നിങ്ങൾക്ക് കൂടുതൽ മസാലയൊക്കെ വേണമെങ്കിൽ അതിൻ്റെ ഡബിൾ ആഡ് ചെയ്യാം. ഇത് എങ്ങനെ ചെയ്താലും ഫ്ലോപ്പ് ആവില്ല. ആൻഡ് എങ്ങനെ നമുക്കിത് ഈ കുക്ക് ചെയ്ത പീസസ്
പീസസ് തന്തൂരി നമ്മുടെ ചപ്പാത്തിയിലൊക്കെ റോൾ ചെയ്യാൻ നല്ലതാ. അങ്ങനെയും ജോർജി കൊണ്ടുപോകാറുണ്ട്. ഇതുപോലെ ഫ്രൈഡ് പീസസ് ആയിട്ടും കൊണ്ടുപോകാറുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ചിക്കൻ വേവാൻ മാത്രമുള്ള വെള്ളം ഒഴിക്കുക. ഒരു 1 കപ്പിൽ താഴെ മതി. തിളച്ചിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്യാം. മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ആ ചിക്കൻ ഇപ്പം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതുപോലെ വെള്ളം ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോഴേ ശരിക്കും മസാല ചിക്കനിൽ പിടിക്കുകയുള്ളൂ. അപ്പോൾ അതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കുക. ഇത് ഇതുപോലെ കുക്ക് ചെയ്തിട്ട് ഫ്രൈ ചെയ്യണം. ബട്ട് ഇവിടെ ഫ്രൈ ചെയ്തതിൽ കുഴപ്പമില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ മാരിനേഷൻ. കഴിച്ച സമയത്ത് ചിക്കനും സാലഡും ആണിത്. ഇത് ഫ്രൈ ചെയ്യുന്നേക്കാളും മുമ്പത്തെ സ്റ്റേജ്. നല്ല വിശപ്പുണ്ടല്ലേ? ഇനി ഇത് ഡീപ്പ് ഫ്രൈയും ചെയ്യാം, പാൻ ഫ്രൈയും ചെയ്യാം, നിങ്ങളുടെ സൗകര്യം പോലെ ഗ്രില്ലും ചെയ്യാം. ഞാനിപ്പോൾ പാൻ ഫ്രൈയാണ് ചെയ്യാൻ പോണേ. കുറച്ച് എപ്പോഴും ചൂടാറിയിട്ട് വേണം കേട്ടോ പാൻ ഫ്രൈ ചെയ്യാൻ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പിറ്റേ ദിവസത്തേക്കാണെങ്കിൽ ഇതുപോലെ വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം, എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പിറ്റേ ദിവസം. കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുക. ടിഫിൻ ബോക്സിലേക്ക് ആയതുകൊണ്ട് ഞാൻ ലെഗ് പീസ് ആഡ് ചെയ്യും വെക്കുന്നത് കേട്ടോ. ഞാൻ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ഫ്രൈ ആവണ്ട, അപ്പം മസാല ഭയങ്കര ഡ്രൈ ആയിപ്പോകും. അപ്പം അത്രയും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ മേലത്തെ അരപ്പൊന്നും മുരിഞ്ഞാൽ മതി. ഇനി ഈ ചിക്കൻ ഫ്രൈഡ് കൂടെ സെർവ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ പിക്കിൾഡ് അണിയൻസ് അല്ലെങ്കിൽ പിക്കിൾഡ് ഷാലറ്റ്സ്. ഈ റെസിപ്പി ചന മസാലയുടെ കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കി വെക്കും. ബിക്കോസ് ഈ ജോർജിക്ക് ഈ ചപ്പാത്തിയുടെയും ചിക്കൻ്റെയും കൂടെ ഈ ഒരു സാധനം മസ്റ്റാണ്. അതല്ല ഷവർമയൊക്കെ പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിലും അവർക്ക് ഇത് വേണം. ചിക്കൻ ഫ്രൈ, ഇനി ചപ്പാത്തി. ഇനി ടിഫിൻ ബോക്സിൽ ചപ്പാത്തി, നമ്മുടെ ചിക്കൻ ഫ്രൈ, പിന്നെ പിക്കിൾഡ് അണിയൻസ്. വെള്ളം ഇല്ലാതെ വെക്കണം കേട്ടോ. ഷാലറ്റ്സ് ആണെങ്കിലും ഉള്ളിയാണെങ്കിലും വെക്കാം. പിക്കിൾഡ് ഷാലറ്റ്സ്. ഇതിൻ്റെ കോമ്പിനേഷൻ കൊറിയാൻഡർ ചട്നി. ഇത് വെറുതെ മല്ലിയില, കേർഡ്, ലൈം, പച്ചമുളക് ആൻഡ് ഗാർലിക്. 2 അല്ലിയൊക്കെ മതി. അത്രയായിട്ട് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യും. യെസ്, നമ്മുടെ അടുത്ത ടിഫിനും റെഡി. നെക്സ്റ്റ് നമ്മൾ ഈ വേവിച്ച് വെച്ച ചിക്കൻ തന്നെ ഷ്രെഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പാൻ ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് വേണം ടോർട്ടില റാപ്പിൽ ഫില്ല് ചെയ്യാൻ. അതിപ്പോൾ ചെയ്യാം. അപ്പോൾ ഇത് ഒറ്റ ടൈപ്പ് മാരിനേഷൻ, ഒറ്റ ടൈപ്പ് ചിക്കനിൽ തന്നെ നമുക്ക് 2-3 ടൈപ്പ് ഉണ്ടാക്കാം. സാൻഡ്വിച്ചിൽ ഫില്ല് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ റാപ്പാ ചെയ്യാൻ പോകും. ഇത് പാൻ ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായിട്ട് ഷ്രെഡ് ചെയ്യണമെന്നല്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി. ഓവറായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയി പോകും ചിക്കൻ. ഇനി പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഇനി ചപ്പാത്തിയിൽ വേണമെങ്കിലും റോൾ ചെയ്യാം, ഈ ടോർട്ടില റാപ്പിൽ വേണമെങ്കിലും റോൾ ചെയ്യാം. ടോർട്ടില റാപ്പ് വരുമ്പോൾ കുറച്ചും കൂടി ഒരു ടോർട്ടില റാപ്പിൽ റാപ്പ് ചെയ്യുന്നതാണ് കുറേ കൂടെ ഒരു ടേസ്റ്റ് വൈസ് നല്ലത്. അപ്പോൾ ഇത് എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും ടോർട്ടില റാപ്പ് എന്ന് പറഞ്ഞിട്ട്. അതൊന്ന് ചപ്പാത്തിയുടെയൊക്കെ പോലെ ഒന്ന് ചുട്ടിട്ട് പിന്നെ ഫ്ലെയിമിൽ കാണിച്ച് ഒന്ന് മൊരിച്ചെടുക്കണം. ഒരുപാടല്ല, ലൈറ്റായിട്ട്. ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ട് വേണം എപ്പോഴും ടോർട്ടില റാപ്പ് ചെയ്യാനായിട്ട്. ചപ്പാത്തിയൊക്കെ ചെയ്യണമല്ലോ തന്നെ. ഇനി ഒന്ന് ഫ്ലെയിമിൽ ആഡ് വെക്കാം. അപ്പോൾ ഒരു നല്ലൊരു കരിഞ്ഞൊരു ടേസ്റ്റും കൂടി വരും. ഒരുപാട് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുറിഞ്ഞു പോകും നമ്മൾ റാപ്പ് ചെയ്യുമ്പോൾ. അപ്പോൾ അത് അങ്ങനെ ആവരുത്. ഇത് ഇത്ര ആയാൽ മതി. ഇനി റാപ്പ് ചെയ്യാം. ഇനി റാപ്പിന് നമ്മുടെ ചിക്കൻ, പിക്കിൾഡ് അനിയൻസ് ആഡ് ചെയ്യാം, വേണമെങ്കിൽ ഫ്രഷ് അനിയൻസ് ആഡ് ചെയ്യാം. അപ്പോൾ അനിയൻസ് കുറച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ. വെജിറ്റബിൾസ് 2 സ്ട്രിപ്സ് ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം ആൻഡ് 2 സ്ട്രിപ്സ് നമ്മുടെ ഗ്രീൻ ക്യാപ്സിക്കം. ആൻഡ് സോസ് എപ്പോഴും ഇതിന് നല്ലത് മേനൈസും ടൊമാറ്റോ കെച്ചപ്പും കൂടി മിക്സാണ്. അതൊന്ന് ടൊമാറ്റോ സോസിലോട്ട് മേനൈസ് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 1000 ഐലൻഡ് ടേസ്റ്റ് ഒക്കെ വരും. ഇങ്ങനെ ചെറിയൊരു മധുരവും വരും. അപ്പോൾ പിള്ളേർക്ക് ഇഷ്ടമാവും കൂടുതൽ. ഇത് വേണ്ട, മിക്സ് ചെയ്ത് ഇനി ഇത് ആഡ് ചെയ്യാം. ഇനി മിൻ ചട്നിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം. അത് മിൻ ചട്നി ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക്, പ്രത്യേകിച്ച് ഈ ചിക്കൻ്റെ കൂടെ മിൻ ചട്നിയുടെ ടേസ്റ്റ് നന്നായിട്ട് പോകും. മിൻറ്റ് അല്ലെങ്കിൽ കൊറിയാൻഡർ ആയാലും കുഴപ്പമില്ല. ഇനി റോൾ ചെയ്യുമ്പോൾ സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കുക, എന്നിട്ട് റോൾ ചെയ്യും. ഇത് ജോർജിയുടെ കൂടെയുള്ള മെക്സിക്കൻ റാപ്പിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. റോൾ ചെയ്ത് ഇനി ഇതൊന്ന് ലൈറ്റ് ആയിട്ടുള്ള ഓയിലിൽ ഗ്രില്ല് ചെയ്യണം. ഇതിപ്പോൾ തലേദിവസം നിങ്ങൾ ഇതുപോലെ റോൾ ചെയ്ത് വെക്കുക. ആൻഡ് രാവിലെ സ്കൂളിൽ പോണേക്കാൾ മുമ്പ് ഇതുപോലെ ഒന്ന് ഗ്രില്ല് ചെയ്ത് വെക്കുക. ബട്ടറും കൂടി ആഡ് ചെയ്യാട്ടോ. ബട്ടറിൽ വേണമെങ്കിൽ ഗ്രില്ല് ചെയ്യാം. നമ്മുടെ റാപ്പ് റെഡി. ഇത് ഡിന്നർ ഐഡിയ ആയിട്ടും കലക്കനാണ്. നെക്സ്റ്റ് റൈസ് ഇഷ്ടമുള്ള പിള്ളേർക്ക് മഷ്റൂം ഫ്രൈഡ് റൈസ്. ഭയങ്കര സിമ്പിളാണ്, നമുക്കും നല്ല ഡിന്നർ ഐഡിയ ആയിട്ട്. ബട്ടൺ മഷ്റൂമാണ് ഏറ്റവും നല്ലത്. മഷ്റൂംസ് ക്ലീൻ ചെയ്യാനായിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക ആദ്യം തന്നെ വെള്ളത്തിൽ. എന്നിട്ട് ഇതുപോലെ തൊലി പൊളിച്ച് കളയാം. എന്നിട്ട് പിന്നീട് വാഷ് ചെയ്യരുത്. പിന്നീട് നന്നായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ചാൽ മതി. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മഷ്റൂം നമ്മൾ സോട്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് വെള്ളം വരും. ഇതിപ്പോൾ ബേക്സിനാണെങ്കിലും അങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്. കണ്ട, ഇതുപോലെ ഡ്രൈ ആക്കും. ഇനി ഇതുപോലെ സ്ലൈസ് ചെയ്യാൻ പറ്റും. തീരെ ചെറിയ പീസാവരുത്, ഇത് ഭയങ്കരമായിട്ട് ഷ്രിങ്ക് ചെയ്യും. അപ്പോൾ ഇത്തിരി വലിയ പീസായിട്ട് വേണം മഷ്റൂം കട്ട് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് പാനിലോട്ട് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുക. സവാള നീളത്തിലരിഞ്ഞത്, അതൊരു പകുതി സവാളയൊക്കെ മതിയാവും. അധികം വെജിറ്റബിൾസ് പിള്ളേർക്ക് അങ്ങനെ ഇഷ്ടമാവില്ല. ബട്ട് എനിക്ക് മഷ്റൂം ഫ്രൈഡ് റൈസിന് സവാളയൊക്കെ ഉള്ള ഇഷ്ടം. ആൻഡ് ഹൈ ഫ്ലെയിമിൽ ഇത് കുറച്ച് ക്രിസ്പായിട്ട് ഇരിക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് സോട്ട് ചെയ്യുക. അത് കാരണം ലോ ഫ്ലെയിമിലല്ല, ഹൈ ഫ്ലെയിമിൽ. ഒരു 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് എഗെയിൻ ഒന്ന് സോട്ട് ചെയ്യുക. ആൻഡ് നമ്മുടെ മഷ്റൂംസ് ആഡ് ചെയ്യുക. എഗെയിൻ ഹൈ ഫ്ലെയിമിലിട്ട് സോട്ട് ചെയ്യുക. ഇനി ഒന്ന് ബ്രൗൺ ആവട്ടെ എല്ലാം. കണ്ട, നമ്മൾ മഷ്റൂം ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ചുകൊണ്ടാണ് ഇതുപോലെ വെള്ളമൊന്നും വരാതെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിട്ടിയത്. ആൻഡ് ഇതുപോലെ കുറച്ച് കരിഞ്ഞ ടേസ്റ്റ് വരാണെങ്കിൽ ഫ്രൈഡ് റൈസിന് കുറച്ച് നല്ലൊരു സ്മോക്കി ഫ്ലേവർ വരും. അപ്പോൾ ഒന്ന് ബ്രൗൺ ആവണം. പച്ചമുളക് ആഡ് ചെയ്യുക. ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്യുക.
ആൻഡ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, ഗ്രീൻ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, അത് രണ്ടും ചെറിയ പിടി. ആൻഡ് കുറച്ച് റോ അണിയൻസും നീളത്തിൽ അരിഞ്ഞത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഞാൻ കുറച്ച് പെപ്പർ ആഡ് ചെയ്യാം. കുരുമുളക് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. പെപ്പർ ഒരു പിഞ്ച് ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഇനി കുക്ക് ചെയ്ത് വെച്ച ബസ്മതി റൈസ്, ഇത് സോൾട്ട് ഇട്ടിട്ട് കുക്ക് ചെയ്ത റൈസാണ്. ഞാനൊരു 1/2 കപ്പ് വേവിച്ച റൈസാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇതുപോലെ സ്റ്റർ ചെയ്ത് ഇങ്ങനെ ഇതുപോലെ മറിച്ചെടുക്കുക. നമ്മൾ അരി മുറിഞ്ഞു വരുത് നമ്മൾ സ്റ്റർ ചെയ്യുമ്പോൾ മഷ്റൂം ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് സോയ സോസ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് സോയ സോസ് ആഡ് ചെയ്യാം. ബട്ട് എനിക്കിവിടെ ഇതിന് ബേൺ ടേസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഇഷ്ടം, സോയ സോസ് അങ്ങനെ ഇഷ്ടമല്ല. നമ്മുടെ മഷ്റൂം ഫ്രൈഡ് റൈസ് ഇത് വെജിറ്റേറിയൻസിന് നല്ല ഓപ്ഷനാണ്. വെജിറ്റേറിയൻസ് അല്ലെങ്കിലും ഇഷ്ടപ്പെടും. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീറ്റ് കോൺ ഒക്കെ ആഡ് ചെയ്യാം, കുക്ക് ചെയ്ത സ്വീറ്റ് കോൺ, ഗ്രീൻ പീസ് ആഡ് ചെയ്യാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് കുറച്ച് ക്യൂക്കുംബർ, റൈത്ത അല്ലെങ്കിൽ ഫ്രഷ് ക്യൂക്കുംബർ ആയാലും മതി. അപ്പം നമ്മുടെ അടുത്ത ടിഫിൻ ഐഡിയയും കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഗ്രിൽ പനീർ സാൻഡ്വിച്ച്. ഗ്രിൽ പനീറിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് കുറേ റെസിപ്പി അല്ല, കുറേ മെനു ഐഡിയാസിലേക്ക് പറ്റിയ ഡിഷാണ്. വെജിറ്റേറിയൻസിനും പറ്റിയ ഓപ്ഷനാണ്. ആൻഡ് സാൻഡ്വിച്ചിൽ ഫില്ല് ചെയ്യാം. നമ്മുടെ നേരത്തെ ചെയ്തില്ലേ ടോർട്ടില റാപ്പ്, അതിൽ വേണമെങ്കിൽ ക്രംപിൾ ചെയ്തിട്ട് ഫില്ല് ചെയ്യാം. പിന്നെ ഈവൻ നമ്മുടെ മഷ്റൂം ഫ്രൈഡ് റൈസ് ഉണ്ടല്ലോ, അതിന് സൈഡ് ഡിഷായിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് ഗ്രിൽ ചെയ്യാം. കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. ആൻഡ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച പനീർ ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒരു 1 മിനിറ്റ് ബോത്ത് സൈഡ്. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ പനീർ ഭയങ്കര ഹാർഡാവും. അപ്പോൾ അങ്ങനെ ആവരുത്. ഈ പച്ച ടേസ്റ്റ് ഒന്ന്, ഈ നമ്മുടെ മാരിനേഷൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറിയാൽ മതി. ഇനി സാൻഡ്വിച്ചിലോട്ട് ഫില്ല് ചെയ്യാം. ഗ്രിൽ പനീർ, ചീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. ബട്ട് ഞാൻ പനീറിൻ്റെ കൂടെ ആയതുകൊണ്ട് ചീസ് ആഡ് ചെയ്യുന്നില്ല. ആൻഡ് അണിയൻസും വെക്കാം, ഗ്രീൻ ക്യാപ്സിക്കവും റെഡ് ക്യാപ്സിക്കവും ഒക്കെ വെക്കാം ഇഷ്ടമാണെങ്കിൽ. ആൻഡ് ഇതിൻ്റെ സോസായിട്ട് ഏറ്റവും നല്ലത് മസ്റ്റേർഡ് സോസാണ്. മസ്റ്റേർഡും പനീർ ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര നല്ല. അപ്പം മസ്റ്റേർഡും പനീറും കൂടി ആയിട്ടുള്ള കോമ്പിനേഷൻ. അപ്പോൾ അത് ഒരുപാട് അവരത് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ടൊമാറ്റോ സോസും ഇതും ഈ സെയിം ഇത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ക്രംപിൾ ചെയ്തിട്ട് നമ്മുടെ ടോർട്ടില റാപ്പിൽ ഫില്ല് ചെയ്ത് അത് ഇതുപോലെ തന്നെ റാപ്പ് ചെയ്യണതും നല്ലൊരു ഓപ്ഷൻ. ഇനി ഗ്രിൽ ചെയ്യാം. ഇനി ബട്ടർ അപ്ലൈ ചെയ്യാം 2 സൈഡിലും. എന്നിട്ട് സാൻഡ്വിച്ച് ഗ്രില്ലിലോട്ട് വെക്കാം. ഇനി ഗ്രിൽ ചെയ്യാം. 2 സൈഡും ഗ്രിൽ ചെയ്യാം. ഇതല്ല, ഇനി ഒന്ന് മുരിയട്ടെ. കുറച്ചും കൂടി ഒന്ന് ആവാനുണ്ട്. സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഈസി ആയിട്ടുള്ളൊരു ടിഫിൻ ഐഡിയ. പനീർ തലേദിവസം തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ രാവിലെ ഗ്രിൽ ചെയ്യാം. പിള്ളേരെ ഇതെല്ലാം പഠിപ്പിക്കാൻ ഈസി ആട്ടോ, വലിയ പിള്ളേരെ. ഇനി ഞാൻ ഇതിനൊരു വേറെ എല്ലാ കോമ്പിനേഷൻസും ഒന്ന് പറയാം. ബ്രെഡും നോൺ വെജ് ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്യാം, ചിക്കനൊക്കെ ആഡ് ചെയ്യാം. ആൻഡ് ഈവൻ ഡ്രൈ നട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ഡേറ്റ്സ് ഒക്കെ ആഡ് ചെയ്യാം. അപ്പോൾ കുറച്ച് മധുരം വരും ഈ ബ്രെഡ് ഉപ്മാവിൽ. ആൻഡ് മഷ്റൂം ഫ്രൈഡ് റൈസ് അതിങ്ങനെ തന്നെ ചെയ്യണത് നല്ലത്. വേണമെങ്കിൽ നമ്മുടെ സൈഡ് ഡിഷസിൻ്റെ മാറ്റാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പനീർ ഗ്രില്ല് വെക്കാം. ഈവൻ നോൺ വെജ് ചില്ലി ചിക്കൻ അങ്ങനത്തെയൊക്കെ, അതൊക്കെ ഇത്തിരി പണിയായിരിക്കും, അത് വേണ്ട. ഇത് നമ്മുടെ ചിക്കൻ റാപ്പും ചിക്കൻ ഫ്രൈ ആൻഡ് ചപ്പാത്തി, ഇത് രണ്ടും ഇത് തന്നെ ഓപ്ഷൻസ്. പിന്നെ ഈ ചിക്കനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പെയർ ചെയ്യാം. ബൈ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം.